കഥ ഭർത്താവ് ഭാഗം 42. ഷ്യാമിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് വന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഗോപിനാഥൻ്റെ മുഖത്തേക്ക് തന്നെ കണ്ണിമ വെട്ടാതെ ശ്രദ്ധിച്ചിരിക്കുകയാണ് ഏവരും. ഗോപിനാഥൻ പറഞ്ഞു നിർത്തിയതോടെ സരോജിനിയമ്മ തൊട്ടരികിൽ നിൽക്കുന്ന ശ്രീലേഖയുടെ മുഖത്തേക്ക് നോക്കി. എന്താണ് നിൻ്റെ തീരുമാനം എന്നായിരുന്നു ആ നോട്ടത്തിൻ്റെ അർത്ഥം. അവരോട് സുരേഷ് കുമാറാണ് പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ പോയി ശ്യാം സുന്ദറിനെതിരെ ഒരു പരാതി കൊടുത്തിട്ടേക്കുന്നതാണ് ബുദ്ധി എന്ന്. അതല്ലെങ്കിൽ പിന്നെ ഈ ബന്ധമേ ഉപേക്ഷിക്കണം. അയാളുടെ ഓരോ പ്രവൃത്തിയിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അക്കാര്യത്തിന് അവൻ സമ്മതം മൂളില്ലെന്നാണ്. ഇവിടെ നിന്ന് അവിടെ വരെ അവൻ്റെ മുൻപിൽ വരെ ചെന്ന ഞങ്ങളെ കേൾക്കാൻ തയ്യാറാകാത്ത അവനോട് ആര് ഇനി എന്ത് പറഞ്ഞിട്ടെന്നാ? പോലീസുകാർ അവനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു സംസാരിച്ചോളും. അവരോടും അവൻ ഈ നിഷേധിത്തരം കാണിക്കുമോ എന്ന് നമുക്കൊന്ന് അറിയാമല്ലോ. അതിൻ്റെ പേരിൽ അവൻ വന്ന് ഇവിടെ കിടന്ന് അക്രമം കാണിച്ചാലോ സുരേഷേ? അവനെ എതിർക്കാനോ പ്രതിരോധിച്ച് നിർത്താനോ ഇവിടെ ഒരു ആണുണ്ടായിരുന്നെങ്കിൽ വേണ്ടില്ല. സരോജിനിയമ്മയ്ക്ക് അക്കാര്യത്തിൽ അത്ര താല്പര്യമില്ലാത്ത മട്ടിലാണ് സംസാരം. തൻ്റെ പെൺമക്കളെയും കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കായി പോലീസ് സ്റ്റേഷൻ്റെ പടി കയറി നിരങ്ങുന്നത് അവരുടെ ചിന്തയിൽ പോലും ഇല്ലാത്ത കാര്യമാണ്. സരോജിനി ചേച്ചി പേടിക്കേണ്ട, നിങ്ങളത് ചെയ്തേ പറ്റൂ. നേരത്തെ ഒരു പരാതി കൊടുത്തിട്ടിരുന്നാൽ ഇനിയും ശ്യാം സുന്ദർ എന്തെങ്കിലും അക്രമം കാണിക്കുമ്പോൾ ആ നിമിഷം നിങ്ങൾക്ക് പോലീസിൻ്റെ സഹായം ആവശ്യപ്പെടാം. സ്പോട്ടിൽ അവർ പറന്നെത്തിയിരിക്കും. ഗോപിനാഥൻ്റെ മുഖത്ത് അതാണ് ശരിയെന്ന ഭാവം കാണാം. പോയിട്ട് വാ ചേച്ചി, സുനിത പറഞ്ഞു. ഇന്നലെ രാത്രി ഇവിടെ നടന്നതിനപ്പുറം ഭീകരതയൊന്നും ചേച്ചിക്ക് അവിടെ നിന്നും നേരിടേണ്ടി വരില്ല. അതുമല്ല, ആരെതിർത്താലും ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുമെന്നല്ലേ അയാൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അയാളെ പോലീസുകാരെ കൊണ്ട് തല്ലിക്കാനോ അല്ലെങ്കിൽ ലോക്കപ്പിൽ പിടിച്ചിടാനോ ഒന്നുമല്ലല്ലോ പോലീസിൻ്റെ സഹായം തേടുന്നത്. നമ്മുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയല്ലേ. പോലീസുകാർ അയാളെ വിളിപ്പിച്ചു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലെങ്കിലും ശ്യാമേട്ടന് ചേച്ചിയോടുള്ള സമീപനത്തിൽ ഒരു മാറ്റമുണ്ടാകട്ടെ. ഇപ്പോഴാണെങ്കിൽ ചേച്ചിയുടെ കൂടെ ചെറിയച്ഛനും സുരേഷ് ഏട്ടനും ഉണ്ടല്ലോ. പിന്നെന്ത് പേടിക്കാനാ? വേണമെങ്കിൽ ഞാനും വരാം. സുനിത പറയുന്നതാണ് ശരിയെന്ന് ശ്രീലേഖയ്ക്കും തോന്നി. ആദ്യം ആരും പോലീസ് സ്റ്റേഷനിലേക്കല്ലല്ലോ പോയത്. ശ്യാമേട്ടനെ തിരക്കി വീട്ടിൽ ചെന്നിട്ടും ഇവർക്കാർക്കും പറയാനുള്ളത് കേൾക്കാൻ തയ്യാറാകഞ്ഞിട്ടല്ലേ. ശ്രീലേഖ അവരോടൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് പരാതി കൊടുക്കാൻ തയ്യാറായി. സുരേഷ് കുമാർ അവിടെ ഇരുന്നും കൊണ്ട് തൻ്റെ പരിചയക്കാരനായ ഒരു പോലീസുകാരനെ വിളിച്ച് വിവരം പറഞ്ഞു. എല്ലാ കാര്യങ്ങളും വ്യക്തമായി എഴുതി തയ്യാറാക്കിയ ഒരു പരാതിയുമായി സ്റ്റേഷനിൽ വന്നു ഇൻസ്പെക്ടർ ജേക്കബ് തോമസ് സാറിനെ ഏൽപ്പിച്ചോളാൻ ആ പോലീസുകാരൻ പറഞ്ഞു. അവർ അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അവിടെ പുറത്ത് പരാതിയും അപേക്ഷയുമൊക്കെ എഴുതി കൊടുക്കാനിരിക്കുന്ന പെൺകുട്ടിയുടെ അടുത്ത് സുരേഷ് കുമാർ ചെന്ന് വിവരം പറഞ്ഞു. അവൾ ശ്രീലേഖയോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം വിശദമായ പരാതി എഴുതി തയ്യാറാക്കി അവരെ വായിച്ചു കേൾപ്പിച്ചു. സാറിൻ്റെ കയ്യിൽ പരാതി കൊടുത്ത ശേഷം സാർ വായിച്ചു നോക്കിയിട്ട് സൈൻ ചെയ്യാൻ പറയുമ്പോൾ ശ്രീലേഖ ഒപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. ആ പെൺകുട്ടി പരാതി ഗോപിനാഥന് കൈമാറി. വനിതാ പോലീസുകാർക്കരികിൽ ശ്രീലേഖയെ ഇരുത്തിയ ശേഷം അവർ പരാതിയുമായി ഇൻസ്പെക്ടറെ കാണാൻ കയറി ചെന്നു. 30-32 വയസ്സ് മതിക്കുന്ന സുന്ദരനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു ആ പോലീസ് ഓഫീസർ. ഗോപിനാഥൻ കൊടുത്ത പരാതി വാങ്ങി വായിച്ച ശേഷം അയാൾ പരാതിക്കാരി എവിടെയെന്ന് തിരക്കി. പുറത്തിരിപ്പുണ്ട് സാർ, വിളിക്ക്. അയാൾ ആ പരാതിയിൽ നിന്ന് മുഖമുയർത്താതെ ഗോപിനാഥനോട് പറഞ്ഞു. ഗോപിനാഥൻ ചെന്ന് ശ്രീലേഖയെ കൂട്ടിക്കൊണ്ടുവന്നു. ശ്രീലേഖയെ കണ്ടപ്പോൾ തന്നെ ആ പോലീസുകാരന് മനസ്സിലായി ഈ പെൺകുട്ടിയോട് ഒരു ചോദ്യം ചെയ്യലിൻ്റെയൊന്നും ആവശ്യമില്ലെന്ന്. എങ്കിലും അയാൾ തനിക്കുണ്ടായ 1-2 സംശയങ്ങൾ അവളോട് ചോദിച്ചു നിവൃത്തി വരുത്തി. നിങ്ങൾ പേടിക്കേണ്ട, ചോദിക്കാനും പറയാനും തൻ്റെ ഇടമുള്ള ആണുങ്ങളില്ലെന്ന് കണ്ടാൽ ചില അവന്മാർക്ക് കെട്ടിയ പെണ്ണോട് തോന്നുന്ന കൊച്ചൊരു കഴപ്പായത്. ഇതിനുള്ള മരുന്ന് ഇവിടെ സ്റ്റോക്കുണ്ട്. ഇന്ന് തന്നെ ഞാൻ അവനെ ബന്ധപ്പെട്ടോളാം. നാളെ തന്നെ അവനെ ഇവിടെ എത്തിച്ച് നല്ലൊരു സ്റ്റഡി ക്ലാസ് കൊടുക്കുന്നതോടെ അവൻ 80% നേരെയാകും. അത് ഞാനേറ്റു.
ഇന്ന് രാത്രി അവൻ വീട്ടിൽ വന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാൻ മുതിർന്നാൽ അപ്പോൾ എന്നെ ഫോണിൽ വിളിച്ചോളണം. അയാൾ തൻ്റെ നമ്പർ അവർക്ക് പറഞ്ഞു കൊടുത്തു. ശ്യാംസുന്ദറിൻ്റെ മൊബൈൽ നമ്പറും അയാളുടെ വീട്ടിലേക്ക് പോകേണ്ട വഴിയുമൊക്കെ അവരോട് ആ പോലീസ് ഓഫീസർ ചോദിച്ചു മനസ്സിലാക്കി. പോലീസ് സ്റ്റേഷനിൽ നിന്ന് മടങ്ങുമ്പോൾ നെഞ്ചിനുള്ളിലെ പകുതി തീ കെട്ടടങ്ങിയതുപോലെ അവർക്ക് തോന്നി. ഇതിൽ അവൻ നന്നാവാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അറ്റകൈ പ്രയോഗം തന്നെ നടത്തേണ്ടി വരും. ഓട്ടോയിൽ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിൽ സുരേഷ് കുമാർ പറഞ്ഞു. അവനെ നമുക്ക് അവൻ്റെ വഴിക്ക് വിട്ടേക്കാം. നിയമപരമായി തന്നെ ഒഴിഞ്ഞു തരാൻ നമുക്ക് ആവശ്യപ്പെടാം. ആവശ്യപ്പെടുകയല്ല, ഒഴിവാക്കുകയാണ് നമ്മൾ ചെയ്യുക. അങ്ങനെ അങ്ങ് തയ്യാറാകുമോ അവൻ തയ്യാറാകണ്ട. ഒരു മുഴുവട്ടൻ്റെ കൂടെ മൂക്കറ്റം കള്ളു കുടിച്ചു വന്ന് ഭാര്യയെ തല്ലിച്ചതയ്ക്കുന്ന ഒരാണും പെണ്ണും കെട്ടവൻ്റെ കൂടെ ജീവിതാവസാനം വരെ ഒരു പെണ്ണ് കഴിയണമെന്ന് ഏത് കോടതി പറയും? നിഷ്പ്രയാസം നമുക്ക് ഈ ബന്ധത്തിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റും. സുരേഷ് കുമാർ അവർക്ക് ധൈര്യം പകർന്നു കൊടുത്തു. അയാൾ തനിക്കിറങ്ങേണ്ട സ്ഥലമായപ്പോൾ ഓട്ടോ നിർത്തിച്ച് പുറത്തിറങ്ങി. ഗോപിനാഥൻ അയാൾക്ക് നന്ദി പറഞ്ഞു. പുറത്തുനിന്ന് തലകുനിച്ച് അയാൾ ശ്രീലേഖയെ നോക്കുമ്പോൾ ഓട്ടോയ്ക്കുള്ളിൽ ഇരുന്നും കൊണ്ട് അവൾ അയാളെ നോക്കി കൈകൾ കൂപ്പി. വൈകുന്നേരം 4 മണി കഴിഞ്ഞിട്ടും ശ്രീകുട്ടൻ തിരിച്ചെത്താതായോടെ സരോജിനിയമ്മ ഒരു തവണ കൂടി മുറ്റത്തിറങ്ങി നിന്ന് വഴിയിലേക്ക് നോക്കി. കൃത്യസമയത്തിന് വീട്ടിലെത്താൻ സ്കൂളിൽ അല്ലേ അമ്മേ അവൻ പോയിരിക്കുന്നത്? ട്യൂഷനാ. ചിലപ്പോൾ 10 മിനിറ്റോ അരമണിക്കൂറോ താമസിച്ചെന്നിരിക്കും. ക്ലാസ് തീരാതെ അവനിറങ്ങി വരാൻ പറ്റുമോ? സരോജിനിയമ്മയുടെ വെപ്രാളം കണ്ട് സുനിത പറഞ്ഞു. സരോജിനിയമ്മയെ നോക്കി നിൽക്കെ ഒരു യുവതി ഒരു ആക്റ്റീവായ റോഡിൽ നിന്ന് തിരിഞ്ഞ് വീട്ടുമുറ്റത്തേക്ക് വണ്ടിയോടിച്ചു വന്ന് നിർത്തി. ഹെൽമെറ്റ് വെച്ചിരിക്കുന്നതിനാൽ അവർക്ക് ആളെ മനസ്സിലായില്ല. ബൈക്ക് സ്റ്റാൻഡിൽ വെച്ച ശേഷം അവർ ഹെൽമെറ്റ് ഊരി മാറ്റി. അയ്യോ, സീത ടീച്ചറല്ലേ ഇത്? സുനിത സുന്ദരിയായ ആ യുവതിയുടെ അടുത്തേക്ക് ഓടി വന്നു. ശ്രീകുട്ടൻ്റെ ക്ലാസ് ടീച്ചറാണ് അതെന്ന് സുനിതയ്ക്ക് അറിയാമായിരുന്നു. മുൻപ് അവളെയും പഠിപ്പിച്ചിട്ടുള്ളതാണ് സീത ടീച്ചർ. കയറി വാ ടീച്ചറെ. അവിടെ നിൽക്കാതെ അവർ ടീച്ചറെ വീട്ടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സീത ടീച്ചർ ഹാളിൽ ഇരുന്നപ്പോൾ കുടിക്കാനെടുക്കാനായി സരോജിനിയമ്മ അടുക്കളയിലേക്ക് പോയി. ടീച്ചർ ഇങ്ങോട്ട് വന്നതാണോ അതോ ഇതുവഴി പോയപ്പോൾ വെറുതെ കയറിയതാണോ? കുശലാന്വേഷണങ്ങൾക്ക് ശേഷം സുനിത ചോദിച്ചു. സരോജിനിയമ്മ നാരങ്ങ വെള്ളം കൊണ്ടുവന്നപ്പോൾ അത് വാങ്ങി ഒരിറക്ക് കുടിച്ച ശേഷം സീത ടീച്ചർ കയ്യിൽ തന്നെ പിടിച്ചും കൊണ്ട് ഇരുന്നു. ശ്രീകുട്ടനല്ലേ ഇവിടെ? സീത ടീച്ചർ ചോദിച്ചു. അവൻ ട്യൂഷന് പോയിക്കോണല്ലോ ടീച്ചറെ. വരേണ്ട സമയം കഴിഞ്ഞു. ഇപ്പോൾ എത്തും, സരോജിനിയമ്മ പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് വന്നത് പറഞ്ഞു തുടങ്ങിയും സീത ടീച്ചർ അവിടെ നിർത്തിയിട്ട് രണ്ടുപേരെയും മാറി മാറി നോക്കി. എങ്ങനെയാ എനിക്കങ്ങോട്ട് പറയുന്നതെന്ന് അറിയില്ല, പക്ഷേ പറയാതെയും പറ്റില്ല. ശ്രീകുട്ടൻ്റെ കാര്യമാ. ആ കുട്ടിക്ക് എന്തു പറ്റി? ശ്രീകുട്ടനെ പോലെ പഠിക്കാൻ മിടുക്കനായ ഒരു കുട്ടിക്ക് പെട്ടെന്നൊരു മാറ്റം വരാൻ ഇവിടെ എന്ത് സംഭവിച്ചു? എന്താ ടീച്ചർ ഈ പറയുന്നത്? ഉദ്യോഗത്തോടെ സുനിത തിരക്കി. എൻ്റെ ക്ലാസ്സിലെ ഏറ്റവും സ്മാർട്ടായ കുട്ടിയായിരുന്നു ശ്രീകുട്ടൻ. ഏത് ടെസ്റ്റിനും ഫുൾ മാർക്ക് നേടുന്ന മറ്റൊരു കുട്ടി എൻ്റെ ക്ലാസ്സിലില്ല. അത്രയും ബ്രില്യൻ്റായ ശ്രീകുട്ടന് വന്ന മാറ്റം എന്നെ മാത്രമല്ല അവൻ്റെ മറ്റ് അധ്യാപകർക്കും ആകെ അമ്പരപ്പായിരിക്കുകയാണ്. മറ്റു കുട്ടികൾക്കെല്ലാം എന്തൊരു സ്നേഹമായിരുന്നു അവനോട്. അവനും തിരിച്ച് അങ്ങനെ തന്നെ. എന്നാൽ ഈയിടെയായി ആ കുട്ടിയിൽ വന്ന മാറ്റം ഞങ്ങൾക്കാർക്കും വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഏതു നേരവും ക്ലാസ്സിലിരിക്കുമ്പോൾ പോലും മറ്റൊരു ലോകത്താണ് ശ്രീകുട്ടൻ. അവൻ്റേത് മാത്രമായ ഏതോ ഒരു ലോകം. അവിടെയുള്ളവരോടാകാം അവൻ ഇടയ്ക്കിടെ പിറുപിറുക്കുന്നത് കാണാം. അവൻ്റെ ആ മാഴിക ലോകം അവനെ പഠിത്തത്തിൽ നിന്ന് പോലും അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. ക്ലാസ്സിൽ അവൻ്റെ മാർക്ക് കുത്തനെ താഴ്ന്നു വരുന്നു. ക്ലാസ്സിൽ ബെല്ലടിച്ചാൽ പോലും അവൻ ചിലപ്പോൾ അതൊന്നും കേൾക്കുന്നില്ല, അറിയുന്നില്ല എന്ന മട്ടിൽ ഗ്രൗണ്ടിൻ്റെ ഏതെങ്കിലും കോണിൽ ഇരിപ്പുണ്ടാകും. 1-2 തവണയായി അവനെ കുട്ടികൾ ചെന്ന് കൂട്ടിക്കൊണ്ട് വരികയായിരുന്നു.
അവൻ ആരെയൊക്കെയോ ഭയപ്പെടുന്നത് പോലെ, അല്ലെങ്കിൽ എന്തിനെയൊക്കെയോ പേടിക്കുന്നത് പോലെ. ഞങ്ങളുടെ അന്വേഷണത്തിൽ പുറത്തുനിന്നും കാര്യമായ ഒന്നും അവൻ്റെ മനസ്സിനെയോ ചിന്തകളെയോ ഉലച്ചു കളഞ്ഞതായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ കുട്ടിയുടെ മനസ്സിൻ്റെ മാറ്റത്തിൻ്റെ തുടക്കം ഇവിടെ നിന്നാണെന്ന് തോന്നിയതുകൊണ്ട്. ഞാൻ ചിന്തിക്കുന്നതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒന്ന് പറയാതെ വയ്യ, അവൻ്റെ മനസ്സുലഞ്ഞു പോയിട്ടുള്ളത് ഇവിടെ നിന്നാണെങ്കിൽ ചെറിയൊരു കൗൺസിലിംഗ് കൂടെ നമുക്കവൻ്റെ മനസ്സ് തിരികെ പിടിച്ചെടുക്കാം. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ അവൻ്റെ കൺമുൻപിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് തുറന്നു പറയണം. നമുക്കവനെ നഷ്ടപ്പെടാതിരിക്കാനല്ലേ നമ്മൾ നോക്കേണ്ടതും ശ്രമിക്കേണ്ടതും. സീത ടീച്ചർ ഇരുവരെയും മാറി മാറി നോക്കി. ശ്യാംസുന്ദർ വീട്ടിൽ ബഹളമുണ്ടാക്കുന്നത് കാണുമ്പോൾ അവനിലുണ്ടാകുന്ന ഭയവും ദേഷ്യവുമാണ് സുനിതയ്ക്ക് ഓർമ്മ വന്നത്. ചില അവസരങ്ങൾ ശ്യാമേട്ടനെ കാണുന്നത് തന്നെ അവന് പേടിയാണ്. സുനിത എല്ലാ കാര്യങ്ങളും സീത ടീച്ചറോട് പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോൾ അതാണ് ഹേതു. സാരമില്ല, ഭയപ്പെടാനൊന്നുമില്ല. ആ പേടി അവൻ്റെ മനസ്സിൽ നിന്ന് മാറ്റണം. അത്രയേ വേണ്ടൂ. അത് നമുക്ക് മാറ്റിയെടുക്കാം. സീത ടീച്ചർ അവർക്ക് ആത്മവിശ്വാസം പകർന്നു നൽകിയിട്ടാണ് തിരികെ പോയത്. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. വൈകിട്ട് 6 മണിയോടടുത്ത നേരം കുളിയൊക്കെ കഴിഞ്ഞ് സുഹൃത്തുക്കളെ കാണാൻ പുറത്തേക്ക് പോവുകയാണ് വിനു. ഇനി അവൻ മടങ്ങി വരാൻ 8 മണിയെങ്കിലും ആകും. നീട്ടി വളർത്തിയ അവൻ്റെ മുടിത്തുമ്പിൽ നിന്നും ഈറനിറ്റി വീഴുന്നുണ്ടായിരുന്നു. അവൻ സിറ്റ് ഔട്ടിലെ റാക്കിൽ നിന്നും ഷൂ എടുത്ത് തറയിലേക്ക് ഇട്ടപ്പോഴാണ് മുറ്റത്ത് ഒരു ബൈക്ക് വന്ന് നിൽക്കുന്ന ഒച്ച കേട്ടത്. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നിലിരുന്ന പോലീസുകാരൻ ഇറങ്ങി നിന്ന് തൻ്റെ വീടാകെ വീക്ഷിക്കുകയാണ്. വിനു അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു കാലിലേക്ക് ഷൂ ഇട്ട ശേഷം അവരോട് തിരക്കി. എന്താ, ആരെ കാണാനാ? ശ്യാംസുന്ദറിൻ്റെ വീടല്ലേ ഇത്? പോലീസുകാരൻ ചോദിച്ചു. എന്താ കാര്യം? വിനു ചോദിച്ചു. കാര്യമൊക്കെ പറയാം, നിങ്ങൾ അയാളെ വിളിക്ക്. പോലീസുകാരൻ്റെ സ്വരം മാറി. നിങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞോളാം ശ്യാമേട്ടനോട്. വിനു പറയുന്നത് കേട്ട് പോലീസുകാരൻ പരസ്പരം നോക്കി. നീ അങ്ങനെ ബുദ്ധിമുട്ടണ്ട. നിന്റെ ശ്യാമേട്ടനോട് പറയാനുള്ളത് ഞങ്ങൾ നേരിട്ട് പറഞ്ഞോളാം. വിളിക്കടാവനെ. ശ്യാമേട്ടൻ ഇവിടെ താമസിക്കുന്നത് ഭാര്യ വീട്ടിലാണ്. എന്നാൽ നിങ്ങൾ അവിടെ പോയി പറയേ. അയാളിവിടെ ഉണ്ടെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. മര്യാദയ്ക്ക് നിങ്ങൾ അയാളെ വിളിച്ചോ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിനുള്ളിൽ കയറി നോക്കും. വാറണ്ടില്ല സാറന്മാരെ. ഞാനതിൻ്റെ സിറ്റൗട്ടിൽ കയറ്റില്ലല്ലോ, പിന്നല്ലേ വീട്ടിനുള്ളിൽ കയറുന്നത്. വിനു അവർക്കടുത്തേക്ക് ചെല്ലാൻ തുടങ്ങുമ്പോൾ അകത്തു നിന്നും സുന്ദരേശൻ ഇറങ്ങി വന്നു. അയാൾ ചെന്ന് അവരോട് കാര്യം തിരക്കി. നാളെ രാവിലെ 10 മണിയാകുമ്പോൾ 2 ആൺമക്കളെയും കൂട്ടി നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കണം. നിങ്ങൾ വന്നില്ലെങ്കിലും നിങ്ങളുടെ ആൺമക്കൾ എത്തിയിരിക്കണം. എന്താ സാർ കാര്യം? അയാൾ വിനയാനിതനായി. ഒരു പരാതിയുണ്ട്. ശ്യാംസുന്ദർ മകനല്ലേ? അതെ സാർ. ശരി, രാവിലെ 10 മണി. അവർ ബൈക്കിൽ കയറി തിരിച്ചു പോകാൻ നേരം വിനു ചോദിച്ചു. ശ്യാമേട്ടനെതിരെയല്ലേ പരാതി? അതിന് ഞാനെന്തിനു വരണം? എനിക്ക് സമയമില്ല. സമയമില്ലെങ്കിൽ ഉണ്ടാക്കി വെക്കണം. നിനക്ക് വാറണ്ട് വേണ്ടേ? അത് തരാനാണ് നിന്നെ വിളിക്കുന്നത്. അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവർ ബൈക്കോടിച്ച് തിരികെ പോയി. തുടരും കഥയുടെ അടുത്ത ഭാഗം.